ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സബ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് എന്നൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ബോറോ ചെയ്തിട്ട് എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം എന്ന് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബേസിക്സ് ഓഫ് സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്ക് സബ്ട്രാക്ഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വിത്ത് ബോറോയിങ് അല്ലെങ്കിൽ അഡിഷൻ വിത്ത് ക്യാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു നമ്പർ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് ബോറോ ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ കാര്യം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു നമ്പർ എടുത്തിട്ടുണ്ട്, അതിൽ 836. അപ്പോൾ ഇതിൽ നമ്മൾ അവർക്ക് പ്ലേസ് വാല്യൂ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ ഒരു നമ്പറിൽ 6 ones ഉണ്ട്, 1s, അതുപോലെ 3 10s ഉണ്ട്, അതുപോലെ 8 hundreds ഉണ്ട്. ഉണ്ട്. ഇതാണ് പ്ലേസ് വാല്യൂ. ഒരു നമ്പർ എടുത്താൽ അതിൻ്റെ പ്ലേസ് വാല്യൂ ആണ്. ഞാൻ ഈ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ അടുത്തായിട്ട്. അപ്പോൾ അവർക്കിത് ക്ലിയർ ആയി കൊടുക്കുക. ഒരു നമ്പറിൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഡിജിറ്റ്സ് നോക്കണം. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് 1s ആണ്, സെക്കൻഡ് ഡിജിറ്റ് 10s ആണ്, 3 ഡിജിറ്റ് 100s ആണ്. ഓക്കെ, ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതിന് ശേഷം വേണം നമ്മൾ ബോറോയിങ്ങിലേക്കോ അല്ലെങ്കിൽ അഡിഷൻ വിത്ത് ക്യാരി, ആ രണ്ടിലും ഈ ഒരു രീതി ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബോറോയിങ് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്തൊരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെയാണോ കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുക ആ ഒരു മെത്തേഡ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈസി വേയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കരുത്. ഫസ്റ്റ് അവർക്ക് നന്നായിട്ട് കാര്യം ക്ലിയർ ആക്കണം, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഏതൊരു നമ്പർ കിട്ടിയാലും അവർക്കത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റായിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 23 - 15 അതാണ് ഞാൻ ഫസ്റ്റ് നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 1s ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 3 - 5, 3ന്ന് 5 പോവില്ല. അതായത് 3 സ്മോൾ നമ്പറും 5 ബിഗ് നമ്പറുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10s കോളത്തിൽ നിന്നൊന്ന് ബോറോ ചെയ്യാം എന്ന് പറയാം. അപ്പോൾ 10s ഇപ്പോൾ ഉള്ളത് 2 ആണ്. അപ്പോൾ 2ന്ന് നമ്മൾ 1 എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 പോയിട്ട് എന്താവും, 1 ആവും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ 1നെ നമ്മൾ 1s പ്ലേസിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ 10s പ്ലേസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് 1. അപ്പോൾ അത് 10 ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ 10ഉം പിന്നെ ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്. 10 + 3 13. അപ്പോൾ ഈ 3 പോയിട്ട് ഇവിടെ 13 ആവും. ഓക്കെ, ഇനി 13 - 5, 13 - 5 8. ഓക്കെ, ഇനി 1 ഇവിടെ 1 ആണ്, 1 - 1 0. അപ്പോൾ ആൻസർ 8. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊരു 0 ഉള്ളൊരു നമ്പറാണ്. ഇപ്പോൾ 0 - 3, 0ന്ന് 3 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ബോറോ ചെയ്യണം 10s പ്ലേസിൽ നിന്ന്. അപ്പോൾ 10s പ്ലേസിൽ ഇപ്പോൾ 5 ആണുള്ളത്. അപ്പോൾ 5 പോയിട്ട് 4 ആവും. 4ന്ന് നമ്മൾ 1 എടുക്കുമ്പോൾ 1s പ്ലേസിലേക്ക് വരുമ്പോൾ 10 + 0 എന്താവും, 10 ആവും. ഓക്കെ, ഇനി 10 - 3 7. പിന്നെ ഇവിടെ 4 - 4 0. അപ്പോൾ ആൻസർ 7. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമ്പർ ഒരു 3 ഡിജിറ്റ് നമ്പർ നോക്കാം. ഇത് 5 ആണ് കേട്ടോ. 5 - 8. അപ്പോൾ നമ്മൾ പിന്നെയും ഒന്ന് ബോറോ ചെയ്യണം. 10s പ്ലേസിൽ ഇപ്പോൾ 8 ആണുള്ളത്. 8ന്ന് 1 നമ്മൾ എടുക്കും. അപ്പോൾ 8 പോയിട്ട് 7 ആവും. ഇവിടെയുള്ള 1 ഇങ്ങോട്ട് വരും. അപ്പോൾ 10 ആയിട്ടാണ് വരും. 10 + 5 15. ഓക്കെ, 15. 15 - 8 7.
7. ഓക്കെ, ഇനി ടെൻസിൻ്റെ പ്ലേസ് നോക്കാം. 7 മൈനസ് 4. 7 മൈനസ് 4 3. ഓക്കെ, 3. ഇനി നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ 2 ആണ് ഓൾറെഡി ഉള്ളത്. 2-നോട് സബ്ട്രാക്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 2-നെ അതേപോലെ താഴേക്ക് ഇറക്കി എഴുതണം എന്ന് പറയാം. 2. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഈ 0 0 വരുമ്പോൾ എങ്ങനെയാണ് ബോറോ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഇപ്പോൾ 0 ഒന്ന് 1ൻ്റെ പ്ലേസ് ആദ്യം സബ്ട്രാക്ട് ചെയ്യണം. 0 മൈനസ് 1. അപ്പോൾ 0 ആണ് ലീസ്റ്റ് നമ്പർ, അപ്പോൾ പോവില്ല. അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് നോക്കി. ടെൻസിൻ്റെ പ്ലേസിലും ഇപ്പോൾ 0 ആണ് ഉള്ളത്. ബോറോ ചെയ്യാനായിട്ട് അതിലൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പറിലോട്ട് പോകണം, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലോട്ട്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഒരു 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 1 എടുക്കാം. 1 നമ്മൾ നേരിട്ട് വൺസിൻ്റെ പ്ലേസിലേക്ക് പോവില്ല, അങ്ങനെ പറയാം. അപ്പോൾ ആദ്യം നമ്മളത് ടെൻസിൻ്റെ പ്ലേസിലേക്ക് എടുക്കണം. അപ്പോൾ 1-നെ ടെൻസിൻ്റെ പ്ലേസിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ 0 ആണുള്ളത്. അപ്പോൾ 0 പോയിട്ട് എന്താവും? 10 ആവും. ഓക്കെ, 10. ഇനി നമുക്ക് വൺസിൻ്റെ പ്ലേസിലേക്കാണ് ആവശ്യമല്ലേ. അപ്പോൾ ഈ 10 നമുക്ക് ഇനി ഒരു 1 എടുക്കാമല്ലോ. അപ്പോൾ ഈ 10 പോയിട്ട് 9 ആവും ഇതൊന്നൊരു 1 എടുക്കുമ്പോൾ. എന്നിട്ട് ഇവിടെ വരുമ്പോൾ എന്താവും? ഇവിടെ 10 ആയിട്ടല്ലേ വരിക. അപ്പോൾ 10 + 0 10 ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യാലോ. 10 മൈനസ് 1 9. 9 ഇവിടെ 9 ആണുള്ളത്. 9 മൈനസ് 5 4. ഓക്കെ, ഈ 1 ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ ആൻസർ 49. അങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ നമ്പേഴ്സ് കൊടുക്കുക. അതിനുശേഷം അവർക്ക് വലിയ നമ്പേഴ്സ്, ഇങ്ങനത്തെയൊക്കെ കുറേ ചെയ്ത് പ്രാക്ടീസായിട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ വിത്ത് ബോറോയിങ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കമൻസിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.